നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങൾക്ക് എംപോക്സ് വാക്സിൻ നൽകാൻ UAE. അബ്ദുള്ള പരുത്തിക്കുത്തിന് കേളി യാത്രയയപ്പ് നൽകി. ആക്രമണകാരികളായ ഭീമൻ പക്ഷികളെ വരച്ച വരയിൽ നിർത്തി മലയാളികൾ, കാണികൾക്ക് കൗതുകം. ഫ്രം ജോർജിയ ടു സൗദി റോഡ് മാർഗം 5065 കിലോമീറ്റർ യാത്ര. പ്രവാസി കുടുംബം എത്തിയത് 11 ദിവസം കൊണ്ട്. തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് സമ്മർ കിറ്റ് സമ്മാനിച്ച് ക്വിക്ക്. ഒമാനിൽ ചെമ്മീൻ സീസൺ ആരംഭിച്ചു. കുവൈത്ത് ഫിംഗർ പ്രിന്റ് സമർപ്പിക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. 5 രാജ്യങ്ങൾക്ക് എംപോക്സ് വാക്സിൻ നൽകാൻ UAE. 5 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എംപോക്സിനുള്ള വാക്സിൻ നൽകുമെന്ന് UAE. ദക്ഷിണാഫ്രിക്ക, നൈജീരിയ, കോങ്കോ, ഐവറി കോസ്റ്റ്, കാമറൂൺ എന്നീ രാജ്യങ്ങൾക്കാണ് വാക്സിൻ നൽകുക. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഉത്തരവിനെ തുടർന്നാണിത്. ഈ രാജ്യങ്ങളിൽ ആരോഗ്യ മേഖലയിൽ വെല്ലുവിളി നേരിടുന്നതിന്റെ ഭാഗമായാണ് നടപടി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. അബ്ദുള്ള പരുത്തിക്കുത്തിന് കേളി യാത്രയയപ്പ് നൽകി. കേളി കലാ സാംസ്കാരിക വേദി മലാസ് ഏരിയ ഹാര യൂണിറ്റ് അംഗം അബ്ദുള്ള പരുത്തിക്കുത്തിന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 30 വർഷമായി റിയാദിൽ വസ്ത്രവിതരണ രംഗത്ത് ജോലി ചെയ്തു വന്നിരുന്ന അബ്ദുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ആക്രമണകാരികളായ ഭീമൻ പക്ഷികളെ വരച്ച വരയിൽ നിർത്തി മലയാളികൾ, കാണികൾക്ക് കൗതുകം. വേട്ടപ്പക്ഷികളെയും ആക്രമണകാരികളായ ഭീമൻ പക്ഷികളെയും വരച്ച വരയിൽ നിർത്തി മലയാളികൾ കാണികളുടെ കയ്യടി നേടുന്നു. അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന രാജ്യാന്തര ഹണ്ടിംഗ് ആൻഡ് ഇൻക്വെസ്ട്രീൻ പ്രദർശനത്തിലാണ് മലയാളികളുടെ ബേഡ് ഷോ കാണികൾക്ക് കൗതുകമാകുന്നത്. അൽ ഐൻ മൃഗശാലയിലെ പക്ഷി പരിശീലകരായ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ഖലീൽ, കണ്ണൂർ സ്വദേശി റഫീഖ് കുഞ്ഞിപ്പള്ളി എന്നിവരാണ് പക്ഷികളെ കാണികൾക്ക് അടുത്തറിയാൻ അവസരമൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഫ്രം ജോർജിയ ടു സൗദി റോഡ് മാർഗം 5065 കിലോമീറ്റർ യാത്ര. പ്രവാസി കുടുംബം എത്തിയത് 11 ദിവസം കൊണ്ട്. വ്യത്യസ്ത യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ നമുക്കിടയിൽ ഉണ്ടാകില്ല. അത്തരത്തിലുള്ളൊരു യാത്ര ചെയ്ത കുടുംബത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ജോർജിയയിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി റോഡ് മാർഗം മലയാളി കുടുംബം സൗദിയിലെത്തി. ജിദ്ദയിലെ പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനിയിൽ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്യുന്ന വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ റഷീദ് ഖാദറും ഭാര്യ ജസ്മിയും മക്കളായ ഹാദി, ഹൈഫ, തമർ എന്നിവർ തുടങ്ങിയ കുടുംബമാണ് ജോർജിയയിൽ നിന്നും റോഡ് മാർഗം സൗദിയിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് സമ്മർ കിറ്റ് സമ്മാനിച്ച് ക്വിക്ക്. ഖത്തറിൽ കൊടും ചൂടിൽ തുറസായ സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് കേരള വുമൻസ് ഇനീഷ്യേറ്റീവ് ഖത്തർ സമ്മർ കിറ്റുകൾ വിതരണം ചെയ്തു. ദോഹയിലെ നിർമ്മാണ തൊഴിലാളികൾ, കാർ ക്ലീനർമാർ തുടങ്ങി വിവിധ മേഖലയിലെ തൊഴിലാളികൾക്ക് ജ്യൂസ്, പഴങ്ങൾ, സാൻഡ്വിച്ച് എന്നിവ അടങ്ങിയ 1250-ലധികം കിറ്റുകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. ഒമാനിൽ ചെമ്മീൻ സീസൺ ആരംഭിച്ചു. ഒമാനിൽ ചെമ്മീൻ സീസൺ ആരംഭിച്ചു. സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെയുള്ള കാലയളവിലാണ് കൊഞ്ച് സീസണായി കണക്കാക്കുന്നത്. കടലിൽ നിന്ന് വലിയ ചെമ്മീനുകൾ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയ 2 മാസത്തെ വിലക്ക് ഫിഷറീസ് മന്ത്രാലയം എടുത്തുകളയുകയും ചെയ്തു. ചെമ്മീൻ പിടിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നിയമങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. കുവൈത്ത് ഫിംഗർ പ്രിന്റ് സമർപ്പിക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. കുവൈത്തിൽ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സമർപ്പിക്കാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശം കുവൈത്ത് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് കുവൈത്ത് സ്വദേശികൾക്കാണ് ബാങ്ക് മുഖേന മുന്നറിയിപ്പ് നൽകുക. സ്വദേശികൾക്ക് ഈ മാസം 30 വരെയാണ് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് എടുക്കാനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. തീരുമാനം അനുസരിക്കാത്ത പൗരന്മാരുടെ അക്കൗണ്ടുകൾ 4 ഘട്ടങ്ങളിലായി നിയന്ത്രിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ.
ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.